നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി ഡിസംബർ 8-ന് കോടതി പ്രഖ്യാപിക്കും. 7 വർഷം 8 മാസം നീണ്ടുനിന്ന വിചാരണയ്ക്ക് ശേഷമാണ് വിധി വരുന്നത്. എട്ടാം പ്രതി നടൻ ദിലീപിന് വിധി നിർണായകമാണ്. താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നാണ് ദിലീപ് പറയുന്നത്. നടിയെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയത് ദിലീപാണെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു. ഇപ്പോഴിതാ വിധിക്ക് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ജോർജ് തോമസ് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. കോടതി ഇപ്പോൾ ശ്രമകരമായ ജഡ്ജ്മെന്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും 8-ാം തീയതി വിധി പ്രസ്താവിക്കും. ദിലീപിനെ ശിക്ഷിക്കുകയോ ശിക്ഷിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അതിൽ നമുക്ക് വലിയ കാര്യമില്ല. പൾസർ സുനി ഉൾപ്പെടെ 7 പ്രതികൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ആരും പറയില്ല. കാരണം നടി തന്നെ കോടതിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പൾസർ സുനിയുടെ ഐഡന്റിറ്റി ചെയ്തിട്ടുണ്ട്. അവർ 5 പേർ കാറിനകത്ത് കയറി ദൃശ്യം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഷൂട്ട് ചെയ്തതിന്റെ ഉദ്ദേശം നടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുക ആയിരുന്നെങ്കിൽ ദൃശ്യം കയ്യിലുള്ളയാൾ ഉടൻ നടിയെ അടുപ്പക്കാരെ വിളിക്കുമായിരുന്നു, പൈസ ചോദിക്കുമായിരുന്നു. അതിന് ഇതുവരെ തെളിവില്ല. അവർക്ക് വേണ്ടിയത് ഇത് ചെയ്യുകയാണെന്നുള്ള പ്രശ്നം. എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഈ കേസിനകത്തുള്ള ദൃശ്യം അന്നേരം തന്നെ ദിലീപിന് കൈമാറി എന്നത് പരോക്ഷമായ തെളിവ് കോടതിക്കകത്തുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ തെളിവുകൾ ബാലചന്ദ്രൻ വന്നപ്പോൾ ലഭിച്ചു. കേസിന്റെ ദൃശ്യങ്ങൾ ദിലീപിന്റെ വീട്ടിലിരുന്ന് കാണുന്നതിന് ഇയാളും പങ്കെടുത്തിരുന്നു. 120 ബിക്കത്തുള്ള ഗൂഢാലോചനയാണ് ഭാഗം തന്നെയാണിത്. അതിന് കോടതി പ്രൂവ് ചെയ്യും. മരണത്തിന് തൊട്ടുമുമ്പും സത്യം മാത്രം വിളിച്ചു പറഞ്ഞ മനുഷ്യനാണ് ബാലചന്ദ്രകുമാർ. 7 പ്രതികളെ ശിക്ഷിക്കുമെന്ന് ഉറപ്പാണ്. 8-ാം പ്രതി ദിലീപ് ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല. അതേസമയം ദിലീപിന് വേണ്ടിയാണ് ചെയ്തതെന്ന് കോടതിയിൽ തെളിവുണ്ടെന്നാണ് കരുതുന്നത്. 1 മുതൽ 7 വരെയുള്ള പ്രതികൾക്ക് ജീവപര്യന്തം അല്ലെങ്കിൽ 20 വർഷം കഠിന തടവ് ലഭിക്കുമെന്നും ഞാൻ കരുതുന്നു. ദിലീപിന്റെ കാര്യത്തിൽ വരുമ്പോൾ 120(ബ)യിലാണ് ഈ കേസിൽ എല്ലാ സെക്ഷനും അട്രാക്ട് ചെയ്തിരിക്കുന്നത്. കോടതി വളരെ ശ്രമകരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1700 ഡോക്യുമെന്റ് മുഴുവൻ കോടതി നോക്കണം. 261 സാക്ഷികളുടെ മൊഴിയുണ്ട്. പ്രഭുവിൽ ഏകദേശം കേസ് തീർന്നാണ്. പക്ഷേ ജഡ്ജ്മെന്റ് എഴുതാൻ ഇത്രയും താമസിച്ചു. കാരണം അതുപോലുള്ള ഡോക്യുമെന്റാണ്. അവരെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ എന്ന് ജോർജ് ജോസഫ് പറഞ്ഞു.